ഹലോ. അപ്പൊ നമ്മുടെ ഇന്ന് ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ഡേ ആട്ടോ. ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ നമുക്ക് അഡ്മിറ്റ് ആവാനായിട്ട്. അപ്പൊ അതിന് മുന്നേ എല്ലാം കൂടെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാന്ന് വെച്ചു. കൊച്ചിന്റെ എന്നെ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് പാക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ബാഗിലേക്ക് ആക്കിയിട്ടില്ല. നമുക്കപ്പോൾ ഒരുമിച്ച് തുടങ്ങാം. അപ്പൊ ആദ്യം ഞാൻ എന്റെ സെക്ഷനിൽ നിന്ന് തുടങ്ങാം. മോം സെക്ഷനിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതെന്റെ സെക്കൻഡ് പ്രഗ്നൻസി ആട്ടോ. അപ്പൊ സെക്കൻഡ് പ്രഗ്നൻസി ആയതുകൊണ്ട് എനിക്ക് ഞാൻ ഒത്തിരി ഒന്നും വലിച്ചുവാരി എടുക്കണം. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വേണ്ടാതെ വന്ന ഒത്തിരി സാധനങ്ങളുണ്ട്. വെറുതെ അവിടുന്ന് ഇവിടുന്നൊക്കെ നമ്മൾ വീഡിയോസ് കാണുന്ന പോലെ എല്ലാം വലിച്ച് എടുത്തിട്ട് പിന്നെ എനിക്കത് ആവശ്യമില്ലാണ്ട് വെറുതെ ഹോസ്പിറ്റലിലേക്ക് പോയി അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇപ്രാവശ്യം ചെയ്യില്ല. എനിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഹോസ്പിറ്റലിൽ എന്തായാലും ഉപകാരപ്പെടുന്ന ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്രാവശ്യം എടുക്കണുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ ഡ്രസ്സും നമുക്ക് ഫീഡിങ് ഫെസിലിറ്റി ഉള്ള ഡ്രസ്സാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. നമ്മൾക്കറിയാം കുഞ്ഞി ബേബീസ് എവറി 2 hours നമുക്ക് ഫീഡ് ചെയ്യണം. അപ്പൊ ഫീഡിങ് ഓപ്ഷനുള്ള സിബ് ഉള്ള അല്ലെങ്കിൽ ഓപ്പണിങ്സ് ഉള്ള ഡ്രസ്സാണ് നമുക്ക് ഏറ്റവും നല്ലത്. അങ്ങനെ കുറച്ച് ഡ്രസ്സുകളാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ പ്രഗ്നൻസിയിലായാലും പോസ്റ്റ്മോർട്ടം ആഫ്റ്റർ ഡെലിവറി ആയാലും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യണ നമുക്ക് എപ്പോഴും ബ്രീത്തബിൾ ആയിട്ടുള്ള കുറച്ചുകൂടെ എയർ സർക്കുലേഷൻ ഉള്ള ഡ്രസ്സുകളായിരിക്കും. കാരണം നമുക്ക് ഭയങ്കര പ്രഗ്നൻസിയിൽ എന്ന് പറയാൻ നമുക്കറിയാം ബാക്കിയുള്ളവരെക്കാളും നമുക്ക് ഭയങ്കര ചൂട് കൂടുതലും അങ്ങനത്തെ കുറെ അസ്വസ്ഥതകൾ ഉണ്ടാവും. പിന്നെ പോസ്റ്റ്മോർട്ടം ആയാലും സർജറി കഴിഞ്ഞതിന്റെയും ഡെലിവറി കഴിഞ്ഞതിന്റെയും ഒക്കെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. അപ്പൊ കുറച്ചുകൂടി ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഫ്ലയേർഡോ അങ്ങനെ ആയിട്ടുള്ള പിന്നെ കൂടുതലും കോട്ടൺ ഡ്രസ്സുകൾ ഉപയോഗിക്കാനാണ് ഞാൻ താല്പര്യപ്പെടാം. ഹോസ്പിറ്റലിലേക്ക് പോവാനും വരാനായിട്ട് ഞാൻ 3 കുർത്തീസ് എടുത്തിട്ടുണ്ട്. മാക്സിമം നമുക്ക് ലഗേജ് കുറയ്ക്കണതാണ് നല്ലത്. നമുക്കപ്പോ ഈ ഡ്രസ്സ് വെക്കാട്ടോ. പിന്നെ ഉള്ളത് അതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടിരിക്കുമ്പോ നമുക്ക് കുറച്ച് നൈറ്റ് വെയർസ് ആവശ്യമുണ്ട്. അതും വിത്ത് ഫീഡിങ് ഓപ്ഷൻ ആണ് എടുത്തിട്ടുള്ളത്. ഇത് പക്ഷെ ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കട്ടെ. ചില ഹോസ്പിറ്റലിൽ അവരുടേതായ ഗൗണൊക്കെ തരും. ചിലതില് നമ്മുടെ അടുത്ത് നൈറ്റ് വെയർസ് കൊണ്ടുവരാൻ പറയും. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൈറ്റ് വെയർസും അതിന്റെ അണ്ടർസ്കേർട്ടും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചെടുക്കുന്നത്. ഓക്കെ, നമുക്ക് നൈറ്റ് വെയർസ് വെക്കാം. അണ്ടർസ്കേർട്ടിന്റെ കൂടെ ഞാൻ ഒരു ബാത്ത് ടവലും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് കുളിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള ബാത്ത് ടവലും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല, നമുക്കറിയാലോ. പിന്നെ ബെഡ്ഷീറ്റ് എടുക്കണം, നല്ലതാണിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു ന്യൂമോം ഡിസ്പോസിബിൾ പാൻറ്റീസ് ആട്ടോ. ഇത് നമുക്ക് വളരെ ഉപകാരപ്പെടും. എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം നന്നായി ഉപകാരപ്പെട്ടായിരുന്നു. ഡെലിവറി കഴിയുമ്പോൾ നമ്മുടെ ആ ഭാഗങ്ങളൊക്കെ വൂണ്ടും അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് സ്റ്റിച്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മുടെ നോർമൽ പാൻറ്റീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉറച്ചിലും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. ഇതാവുമ്പോ വളരെ സോഫ്റ്റ് ആണ്. പിന്നെ അത്രയും ഇലാസ്റ്റിസിറ്റി ഇല്ല. ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ സാനിറ്ററി പാഡ്സ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബ്ലീഡിങ് എന്തായാലും ഉണ്ടാവുമല്ലോ ഡെലിവറി കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ എക്സ്ട്രാ കോട്ടൺ തുണികൾ എടുക്കണ്ട കേട്ടോ. വൈറ്റ് ആണ് എടുക്കണേ. കഴുകി ഉണക്കി വെയിലത്തിട്ട് ഉണക്കി എടുത്തു വെച്ചേക്കുന്നതാണ്. എല്ലാം നമ്മൾ കഴുകി ഉണക്കി വെയിലത്തിട്ട് ഉണക്കി എടുത്തു വെക്കണം. പിന്നെ ഉള്ളത് എന്റെ കുറച്ച് പേഴ്സണൽ കെയർ ഐറ്റംസ് ആണ്. ഞാൻ ഒത്തിരി ഒന്നും വലിച്ചാരി എടുക്കാറില്ല. നമുക്കവിടെ ഒത്തിരി ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴ് ഞാൻ കുറച്ച് ബോഡി ലോഷൻസും ക്രീമും കോമ്പും അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം എടുക്കണേ. എന്റെ സെക്ഷൻസ് ഓൾമോസ്റ്റ് ഫിനിഷ് ആട്ടോ. അപ്പൊ നമുക്കിനി ബേബിയുടെ സെക്ഷനിലേക്ക് കടക്കാം. ഇതൊരു ഫീഡിങ് പില്ലോ ആണ്. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ഒരു സി ഷേപ്പിലാണ് ഇരിക്കണേ. എനിക്ക് ഫസ്റ്റ് ഡെലിവറിയുടെ അല്ലെങ്കിൽ ഫസ്റ്റ് പോസ്റ്റ്മോർട്ടം എക്സ്പീരിയൻസിന് ഏറ്റവും ഉപകാരപ്പെട്ട ഇതാട്ടോ ഞാൻ. കാരണം നമ്മുടെ നോർമൽ പില്ലോ കുറച്ചുകൂടെ സ്പേസ് എടുക്കും. നമ്മുടെ ബോഡിയോട് അത്രയും ചേർന്നിരിക്കില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു ഫീഡിങ് പില്ലോ എല്ലാവരും ഒന്ന് വാങ്ങണം, നല്ലതായിരിക്കും. നെക്സ്റ്റ് ആയിട്ട് ഒരു ബേബി ബെഡ് ആട്ടോ. വിത്ത് മോസ്കിറ്റോ നെറ്റ് പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് എല്ലാവരും കണ്ടുപരിചയം ഉണ്ടാവും. നമ്മുടെ സാധാ ഒരു ബെഡാണ്. അതിൻ്റെ അകത്ത് നമുക്ക് മോസ്കിറ്റോ നെറ്റ് വിത്ത് സിബ് വരും. ഓക്കെ, ഇതൊരു സ്ലീപ്പിംഗ് ബാഗ് ആണ്. ഇതും മിക്കവരും കണ്ടുണ്ടാവും. നമ്മുടെ ബേബീസ് വോമ്പിന്ന് പിന്നെ നമ്മുടെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ആയിട്ട് ഒന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് ദിവസങ്ങൾ എടുക്കും. അപ്പൊ എനിക്കിത് ഫസ്റ്റ് ഡെലിവറിയിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ആദ്യത്തെ ഒരു 3 months നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുള്ളൂ. എന്നാലും നമ്മുടെ ബേബീസ്, ന്യൂ ബോൺ ബേബീസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ചിലർക്ക് ഹാൻഡിൽ ചെയ്യാനൊന്നും അറിയണ്ടാവില്ല. അല്ലെങ്കിൽ പോലും
പിള്ളേരെ ഇവിടെ ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ നല്ല എളുപ്പമാണ്. ഫസ്റ്റ് ഡെലിവറിയുടെ കേസിലാണെങ്കിൽ എസ്സയുടെ കേസിലാണെങ്കിൽ ഞാൻ ദുബായിക്ക് പോയപ്പോൾ എയർപോർട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഇതിലാട്ടോ കിടത്തിയത്. സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അവിടെ എത്തിയപ്പോഴാണ് എണീറ്റത്. ഇടയ്ക്ക് ഫീഡ് ചെയ്യാൻ മാത്രം എണീറ്റുള്ളായിരുന്നു. ഇതിപ്പോ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യണം, ഒരെണ്ണം വാങ്ങുന്നത് നല്ലതായിരിക്കും. ട്രാവൽ ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉള്ളവർ എന്തായാലും വാങ്ങണം. പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. ഇനിയുള്ളത് ഞാൻ കുറച്ച് ടർക്കീസ് എടുത്തിട്ടുണ്ട്. പറഞ്ഞ പോലെ പിള്ളേർക്ക് ഭയങ്കര തണുപ്പായിരിക്കും പുറത്ത് വന്നു കഴിഞ്ഞാൽ, അപ്പൊ ഒന്ന് കവറപ്പ് ചെയ്യാനായിട്ടുള്ള ടർക്കീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വൂളന്റെ ഹാറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, ചെവിയോ ഒക്കെ കവർ ചെയ്യാനായിട്ട്. പിന്നെ വൂളന്റെ ഒരു ഹാറ്റ് എടുത്തിട്ടുണ്ട്. പിള്ളേരുടെ ഡ്രസ്സുകൾ അല്ലെങ്കിൽ ബേബീസിന്റെ ഡ്രസ്സുകൾ എപ്പോഴും കഴുകി ഉണക്കി തേച്ചും കൂടെ വെക്കണം നല്ലതാട്ടോ. ഇതെല്ലാം അങ്ങനെ വെച്ചേക്കുന്നതാണ്. നമ്മൾ പുതിയത് വാങ്ങിക്കുമ്പോൾ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാണ്ട് എപ്പോഴും ഒന്ന് കഴുകി ഉണക്കി തേച്ചും കൂടെ വെക്കാം. പിന്നെ ഉള്ളത് ഹാറ്റ്സ് ആൻഡ് മിറ്റൻസ് ആണ്. അത് പിള്ളേർക്ക് ചൂട് നിലനിർത്താൻ എപ്പോഴും ന്യൂ ബോൺസിന് എപ്പോഴും കരുതേണ്ടതാട്ടോ. കാലിന്റെയും കൈയിനും ഇടുന്ന മിറ്റൻസും സോക്സും പിന്നെ ഹാറ്റ്സും. ഒരു കാര്യം, ന്യൂ ബോൺ ഡയപ്പേഴ്സ് എടുക്കണോട്ടോ. ഞാനിപ്പോ അത് വാങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ എന്റെ സാനിറ്ററി നാപ്കിൻസും വാങ്ങിയിട്ടില്ല. അത് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ വാങ്ങുന്നതായിരിക്കും. ന്യൂ ബോൺ ഡയപ്പേഴ്സും സാനിറ്ററി നാപ്കിൻസും എന്തായാലും വാങ്ങണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണേ. അതുപോലെ തന്നെ ഞാനൊരു ക്ലോത്ത് ഡയപ്പർ എടുത്തിട്ടുണ്ട്. എന്തേലും ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് എടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ബേബിക്ക് ഞാൻ റോംബർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചൂട് നിലനിർത്താൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഇടാൻ നല്ലതാണ്. ഹാറ്റും പിന്നെ ഫുൾ ലെഗ് കവർ ചെയ്യണ ടൈപ്പ് ഇതാണ്. പിന്നെ ഉള്ളത് നമുക്ക് ന്യൂ മോംസ് ആവുമ്പോൾ അല്ലെങ്കിൽ ചിലവർക്ക് ബ്രസ്റ്റ് മിൽക്ക് ആദ്യമേ തന്നെ വരണമെന്നില്ല. അപ്പോഴ് ബേബിക്ക് സക്ക് ചെയ്ത് കുടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ആദ്യമായിട്ട് പുറത്തേക്ക് വരുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ പാലടാന്ന് പറയുന്ന സംഭവമാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോ നിപ്പിൾ ബോട്ടിലിനേക്കാളും സജസ്റ്റ് ചെയ്താണ്. നിപ്പിൾ ബോട്ടിൽ കൊടുത്ത് ഫോർമുല മിൽക്ക് കൊടുത്ത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാനായിട്ട് വളരെ മടിയായിരിക്കും കേട്ടോ. അപ്പൊ അതിലും ഭേദം ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഇങ്ങനെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പാലട ഇത് എനിക്ക് കഴിഞ്ഞ വട്ടം ഉപകാരപ്പെട്ട ഒരു സാധനമാണ്. അതുപോലെ തന്നെ ബേബിയുടെ ഹെയർ കോംബ്, ഹെയർ ബ്രഷ് ആണ്. ഒരു ടവൽ അല്ലെങ്കിൽ ഹാൻഡി ഒക്കെ കയ്യിൽ വെക്കണം നല്ലതായിരിക്കും. 2-3 കയ്യിൽ വെക്കണം നല്ലതായിരിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള കോട്ടന്റെ കെട്ടെടുപ്പാണ്. ഒരു 5-6 എടുത്തിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ കഴുകി ഉണക്കി തേച്ച് വെക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ കോട്ടൺ ആയിരിക്കട്ടെ ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ കെട്ടണ ഉടുപ്പുകളായിരിക്കും നല്ലത്. ഈ ബട്ടൺസ് ഉള്ളതിനേക്കാളും പിള്ളേർക്ക് ഭയങ്കര അസ്വസ്ഥ. പിന്നെ ഉള്ളത് സ്വാഡ്ലിംഗ് തുണികളാണ്. ബേബീസിന് എപ്പോഴും വോമ്പിൽ ഇങ്ങനെ ചുരുണ്ടിരിക്കണ പോലെ അതുപോലെ തന്നെ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും കംഫർട്ടബിൾ. അപ്പൊ സ്വാഡിൽ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അവരുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും അങ്ങനത്തെ ഒക്കെ നല്ലതായിരിക്കും. ഞാൻ സ്വാഡ്ലിംഗ് വീഡിയോസ് വേണമെങ്കിൽ എക്സ്ട്രാ ഇടാം. നിങ്ങൾ കമന്റ് ചെയ്യോ അല്ലെങ്കിൽ ന്യൂ മോംസ് ഉണ്ടെങ്കിൽ ചോദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ എക്സ്ട്രാ ഇടാം കേട്ടോ. പിന്നെ എനിക്ക് കഴിഞ്ഞ ഡെലിവറിയിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം കേട്ടോ ഇത്, വെറ്റ് വൈപ്സ്. ബേബിയുടെ ജെന്റിൽ വെറ്റ് വൈപ്സ് ഉപയോഗിക്കുക. ഏതായാലും കുഴപ്പമില്ല, പക്ഷെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഒരു വെറ്റ് വൈപ്സ് ഉപയോഗിക്കുക. വാട്ടർ ബേസ്ഡ് വെറ്റ് വൈപ്സ് ഉപയോഗിക്കാം. കാരണം പിള്ളേര് എപ്പോഴും അതെ ന്യൂ ബോൺസ് എപ്പോഴും നമ്പർ 1 or 2 ഇടുമ്പോ എപ്പോഴും പോയി വാട്ടറിൽ കഴുകിക്കല് നടക്കുന്ന കാര്യമല്ല. അവരെ ക്യാരി ചെയ്യാനും അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരെണ്ണമല്ല, കുറച്ച് ആവശ്യം വരും. ഞാനിപ്പോ തൽക്കാലം ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഹോസ്പിറ്റലിലേക്ക്. പിന്നെ എടുത്തിട്ടുള്ളതാണ് ഡ്രൈ ഷീറ്റ് നല്ലതാണ്. എന്തായാലും പിള്ളേർക്ക് എന്തായാലും അത്യാവശ്യമുള്ള സംഭവങ്ങളാണ് ഡ്രൈ ഷീറ്റ്. അല്ലെങ്കിൽ കിട്ടണതാണ് പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ്, അതായാലും മതി, കുഴപ്പമില്ല. പക്ഷെ അത് കുറച്ചുകൂടെ ചൂട് ആയിരിക്കും പിള്ളേർക്ക്. ഡ്രൈ ഷീറ്റ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളത് ഒരു ബ്രസ്റ്റ് പമ്പാണേ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നപ്പോ വാങ്ങിയതാണ്. ഇത് പക്ഷെ മാനുവൽ ബ്രസ്റ്റ് പമ്പാണ്. ഞാൻ പക്ഷെ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാണ്, മറ്റേ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പിന് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. അപ്പൊ എന്നാൽ പോലും ഇലക്ട്രിക് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മള് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഒരു
പ്രൂഫ് ആയിട്ടുള്ളൊരു ചപ്പല് അല്ലെങ്കിൽ എക്സ്ട്രാ എടുക്കണം നല്ലതായിരിക്കും. ഞാൻ പിന്നെ അത് കാണിക്കല്ല. അങ്ങനത്തെ ഒരെണ്ണം എടുക്കണം നല്ലതായിരിക്കും. നമുക്ക് വാഷ്റൂമിൽ അങ്ങനെ പല സ്ഥലങ്ങൾ പോകാനുള്ളത്. ഹോസ്പിറ്റൽ ആയതുകൊണ്ട് പലരും കയറി ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനത്തെ ഒരെണ്ണം എടുക്കണം നല്ലതായിരിക്കും, ബെയർ ഫൂട്ട് നടക്കാണ്ട്. പിന്നെ ഉള്ളതാണ് ഡോക്യുമെന്റ്സ്. ഹോസ്പിറ്റൽ റിലേറ്റഡ്, പ്രഗ്നൻസി റിലേറ്റഡ് എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ കയ്യിൽ വെക്കാം. നിങ്ങളുടെ ഡെലിവറി ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് തുടങ്ങിയാൽ എല്ലാ ഡോക്യുമെന്റ്സും കയ്യിൽ വെക്കാം. നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തേലും ഗുണങ്ങൾ ഇവിടുന്ന് ഈ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഞാൻ എന്റെ എക്സ്പീരിയൻസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതുപോലത്തെ മോർ വീഡിയോസ് വേണമെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ വേറെ ഏതെങ്കിലും പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നോ ഡെലിവറിക്ക് പോകാനിരിക്കുന്ന ഏതെങ്കിലും മോംസ് ഉണ്ടെങ്കിൽ, പാരന്റ്സ് ഉണ്ടെങ്കിൽ അവർക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.